മക്കളും അധികൃതരും അവഗണിച്ചതോടെ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് വണ്ടിപ്പെരിയാർ ഡൈമുക്ക് 8 ഏക്കർ പുതുവൽ സ്വദേശികളായ നെൽസനും സെൽവിയും. ഭക്ഷണവും മരുന്നും കിടപ്പാടവുമില്ലാതെ പ്ലാസ്റ്റിക് ഷെഡിൽ ദുരിത ജീവിതത്തിലാണ് ഈ വൃദ്ധ ദമ്പതികൾ. ഒരു കനിവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയും. വലിയ പ്രതീക്ഷയോടെ വളർത്തിയ ആൺമക്കൾ വിവാഹം കഴിച്ച ശേഷം സ്വന്തം കാര്യം നോക്കിപ്പോയി. ഇതോടെ ഒറ്റയ്ക്കായി നെൽസനും സെൽവിയും. 9 വർഷം മുമ്പാണ് ഈ കാണുന്ന വീടും സ്ഥലവും വാങ്ങുന്നത്. പക്ഷേ അതേ വർഷത്തെ മഴക്കാലത്ത് മരം വീണ് പൂർണ്ണമായും വീട് തകർന്നു. സ്ഥലവും വീടും വാങ്ങാൻ 2.5 ലക്ഷം രൂപയാണ് ചിലവായത്. ഇതിൽ 1.5 ലക്ഷം രൂപ SC ഡിപ്പാർട്ട്മെന്റ് അനുവദിച്ചു. ബാക്കി തുക പിന്നീട് നൽകുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും ലഭിച്ചില്ല. വീട് തകർന്നതോടെ ഈ കുടുംബം വാടക വീട്ടിലേക്ക് മാറി. പക്ഷേ വിധി അവരെ വീണ്ടും തളർത്തി. വെള്ളവുമായി വീട്ടിലേക്ക് വരുന്നതിനിടെ സെൽവി വീണ് കിടപ്പിലായി. മരുന്ന് പോലും വാങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായി പിന്നീട് ഈ കുടുംബം. അവർക്ക് ശ്വാസമുള്ള കാരണം കൊണ്ട് അവർ പണിക്കൊന്നും പോകാൻ പറ്റിയില്ല. വെള്ളക്കും പോകണം, വീട്ടിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അങ്ങനെ കിടക്കുന്ന എനിക്ക് പെൻഷൻ ഒന്നുമില്ല. 5 പൈസ കൂടില്ല. ഞാൻ മുമ്പിൽ പറഞ്ഞായിരുന്നു എനിക്ക് പെൻഷൻ വേണം, അക്കാർക്ക് ഒരു 60 പൈസ കാണണം, അത് പെൻഷൻ കിട്ടുമ്പോൾ ഞാൻ സ്റ്റേറ്റ് ബാങ്കിൽ അക്കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവർ ഒപ്പുവെച്ചിട്ടില്ല. അത് അങ്ങനെ ആയി. വാടക കൊടുക്കാൻ കഴിയാതെ വന്നതോടെ ആ വീട് വിട്ടിറങ്ങേണ്ടി വന്നു ഇവർക്ക്. പിന്നീട് തകർന്നടിഞ്ഞ ഈ വീടിന് മുന്നിൽ ചെറിയ ഷെഡ് കെട്ടി താമസം ആരംഭിച്ചു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ചോർന്നൊലിക്കുന്ന ഈ ഷെഡിൽ നരക ജീവിതം നയിക്കുകയാണ് ഈ വൃദ്ധ ദമ്പതികൾ. വളരെ ബുദ്ധിമുട്ടിലും കഷ്ടപ്പാടിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മേടിച്ചതിന് ശേഷം കുടുംബം കിടപ്പിലായി. എനിക്ക് അസുഖമായി. സഹായിക്കാൻ ആരുമില്ല. മെമ്പറോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, എല്ലാം സഹായിക്കാമെന്ന് പറഞ്ഞു. ഇതുവരെ ഒരു സഹായം നമുക്ക് കിട്ടിയിരുന്നില്ല. റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന അരിയും സാധനങ്ങളും കൊണ്ട് മാത്രമാണ് ഇവർ ജീവിതം മുമ്പോട്ട് നീക്കുന്നത്. അടുത്തറിയാവുന്നവർ ഇടയ്ക്ക് സഹായിക്കും. ആ ദിവസങ്ങൾക്കപ്പുറം നെൽസനും സെൽവിയും വീണ്ടും പട്ടിണിയിലാകും. ഭക്ഷണവും മരുന്നുമില്ലാത്തതിനാൽ ഇവരുടെ ആരോഗ്യസ്ഥിതിയും മോശമാണ്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി യാതൊരുവിധ സർക്കാർ സഹായങ്ങളും ഇവർക്ക് ലഭിച്ചിട്ടില്ല. ലൈഫിൽ വീട് അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട നടപടികളും മരവിച്ചു കിടക്കുകയാണ്. അടച്ചുറപ്പുള്ള കൂരയ്ക്ക് കീഴിൽ ഭാര്യ സെൽവിക്കൊപ്പം ഒരു ദിവസമെങ്കിലും കഴിയണമെന്ന ആഗ്രഹത്തിലാണ് നെൽസൺ എന്ന ഈ വൃദ്ധ പിതാവ് ദിവസങ്ങൾ എണ്ണി നീക്കുന്നത്. സുബിൻ തോമസ്, ജനം, ഇടുക്കി.